ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അച്ചുമ്മൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ 3 ദിവസത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് 4ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മുടി സംരക്ഷണത്തിന് ഫ്ലാക്സ് സീഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്ത് നമ്മുടെ മുടി സംരക്ഷണത്തിന് വളരെ നല്ലതാണെന്ന്. ഇതിൽ ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അതേപോലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡായിട്ടുള്ള ഒമേഗ 3 ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ കഴിക്കുന്നതിനും വളരെ നല്ലതാണ്. അതേപോലെ നമ്മൾ വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിന്നിൽ ഉപയോഗിക്കുന്നതും മുടിയിൽ ഉപയോഗിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും അതേപോലെ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതിനും മുടി നല്ല ഷൈനിങ്ങോടുകൂടി കിടക്കുന്നതിനുമൊക്കെ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് വളരെയധികം നല്ലതാണ്. നമ്മുടെ മുടിയുടെ പെട്ടെന്നുള്ള ഒരു വളർച്ചയ്ക്ക് ഈ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ മുടി പൊട്ടിപ്പോകുന്ന ആ ഒരു ടെൻഡൻസിയൊക്കെ മാറിക്കിട്ടുന്നതിനും ഈ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പം നമ്മളൊരു പാനിലേക്ക് ഒരു 2 സ്പൂണോളം ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്ന ആ ഒരു രൂപത്തിലെടുക്കാം. ഇതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ജെല്ലാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ മുടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇത് നല്ലതുപോലെ തിളയ്ക്കട്ടെ. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാൻ എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. നമ്മളല്ലാതുള്ള പാത്രത്തിലൊക്കെ ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെയുള്ള പാത്രത്തിലൊക്കെ ഇത് ജെല്ലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതേപോലെ ജെല്ലുണ്ടാക്കാനായിട്ട് ഫ്ലാക്സ് സീഡ് എടുക്കുന്ന സമയത്ത് ഫ്ലാക്സ് സീഡ് എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് കുറുകി നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് കുറച്ച് മാത്രമേ നമുക്കിതിൽ നിന്നുള്ള ജെല്ല് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്ലാക്സ് സീഡ് കൂടുതലും വെള്ളം കുറവുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജെല്ല് തീരെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വെള്ളം എടുക്കുന്നത് ശ്രദ്ധിക്കണം എപ്പോഴും. ഇത് നല്ലതുപോലെ തിളച്ച് ജെല്ലെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒട്ടും ഇതിൽ നിന്നുള്ള ജെല്ല് കിട്ടത്തില്ല. ജെല്ല് നല്ലതുപോലെ കട്ടിയായിട്ട് പോകും. നമുക്ക് ഒട്ടും ജെല്ല് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വെള്ളം എടുക്കുന്നതിൻ്റെ അളവ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരട്ടെ. നല്ലതുപോലെ പതഞ്ഞ് തിളച്ച് വരുമ്പം വേണം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. അത്യാവശ്യം കുറുകി വരുന്ന ആ ഒരു പരുവത്തിൽ വേണം ഓഫ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് കുറുകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നുള്ള ജെല്ല് അരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് നല്ലതുപോലെ തിളപ്പിച്ചെങ്കിൽ മാത്രമേ ആ സീഡിലുള്ള എല്ലാ കൊഴുപ്പും നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ കൊഴുപ്പ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ഉണക്കി പൊടിച്ച് ടിന്നിൽ സൂക്ഷിച്ചിട്ട് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ്. ഈ ഒരു ജെല്ല് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു അത്യാവശ്യം സ്ട്രെയിറ്റ് ആയതുപോലെ തോന്നും. നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആകും. നമ്മൾ താളിയൊക്കെ ഇട്ട് കഴുകിയാൽ എങ്ങനെയാണ് അതേപോലെ ആയിരിക്കും. അപ്പം ഞാനിതിന് മുമ്പ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫ്ലാക്സ് സീഡൊക്കെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഈ ജെല്ല് കുറച്ച് കട്ടിയായിപ്പോവും. അപ്പോൾ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. നമ്മൾ തുണിയിൽ ഉപയോഗിച്ച് അരിച്ചെടുക്കുമ്പോൾ പാടായിരിക്കും. അപ്പോൾ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇതുപോലെയുള്ള ഒരു അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതിലായാലും ബുദ്ധിമുട്ടാണ്. നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കുറച്ച് സമയം എടുക്കും ഒന്ന് അരിച്ച ജെല്ല് അതിൽ നിന്ന് വേർപെട്ട് കിട്ടാനായിട്ട്. ഇതിൽ നിന്നുള്ള ജെല്ലെല്ലാം നമുക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷമല്ലേ നമ്മൾ എന്തായാലും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം അതിൽ നിന്നും ഇത്രയും ജെല്ലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. മുടിയൊക്കെ ആദ്യം നമുക്ക് കോതിക്കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം ഓയിലൊക്കെ പുരട്ടി കൊടുക്കാം. അതിന് ശേഷം വേണം ഇത് സ്കാൽപ്പിലേക്ക് പുരട്ടി കൊടുക്കാൻ. വെറുതെ മുടിയിൽ പുരട്ടി കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതേപോലെ മുടി മാറ്റി നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. മുമ്പിലേക്കും പുറകിലേക്കും ഒക്കെ ഇട്ട് നല്ലതുപോലെ ചീകി കൊടുക്കണം.
അതിനുശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓയിൽ പുരട്ടിയും ഒരു മസാജിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ഇതേപോലെ തിളപ്പിച്ച് ജെല്ലെടുത്ത് അതൊന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും ആ വിത്തിൽ കൊഴുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ വീണ്ടും തിളപ്പിച്ച് അതിൽ നിന്നുള്ള ജെല്ലെടുക്കാം. ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ നല്ലതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ജെല്ല് കുറച്ചധികം ഉണ്ടെങ്കിൽ അതേപോലെ ഒരു അടപ്പുള്ള ബോട്ടിലിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളൊരാഴ്ചയിൽ 3 തവണയൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി ഇതേപോലെ വെക്കുകയാണെങ്കിൽ ആ ഒരാഴ്ച ഉപയോഗിക്കാനുള്ളത് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒറ്റത്തവണ യൂസ് ചെയ്യാനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മുടിയിൽ പെരട്ടി കൊടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതൊന്നുകൂടി നല്ലതാണ്. ഇത് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ ഇത് തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇത് തേച്ച് കഴിയുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെയാണ്. അപ്പോൾ തണുപ്പിന് അത്രയും നേരം വെച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ഇതേപോലെ വെച്ച് കൊടുക്കുക. അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലതാണ്. മുടിക്ക് നല്ലതാണ്. മുടി വളരാൻ വളരെയധികം നല്ലതാണ്. അതത്രയും സമയം വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. പിന്നെ ഇത് തേച്ചതിന് ശേഷം ഷാമ്പുവോ താളിയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്ത് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കൊടുത്താൽ മതിയാകും. പിന്നെ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ജെല്ല് ഉപയോഗിക്കുന്നതെങ്കിൽ തലയിലെ ഓയിലൊക്കെ കളയുന്നതിന് വേണ്ടി വേണമെങ്കിൽ താളി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഷാമ്പു കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലാക്സ് സീഡ് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെയും പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.